സ്വാതന്ത്ര്യദിനത്തിനും പൂക്കളുടെ ഉത്സവത്തിനും ഇടയിലുള്ള ഇടവേളയിലാണ് ഞാൻ ഈ നഗരത്തിലെത്തിയത്. പുറത്ത് വാർത്തകളുടെ ഭ്രാന്തു പിടിച്ച കുതിരകൾക്ക് പുറകെ അതിലും ഭ്രാന്തെടുത്തോടുന്ന മനുഷ്യർ. അതൊന്നും അറിയാതെ ഇവിടെ പൂക്കളും പൂമ്പാറ്റകളും വണ്ടുകളും തേനെന്ന മറ്റൊരു ഭ്രാന്തിൻ്റെ പുറകെ. കുറച്ചപ്പുറത്തുള്ള ബിർള ഹൗസിലെ വൃക്ഷങ്ങൾ നെടുവീർപ്പിടുന്നുണ്ടാവണം. ബിർള ഹൗസിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു വൃദ്ധ സുഹൃത്തിനെ ഓർമ്മ വരുന്നു. അയാളൊരു കർഷകനായിരുന്നു. സമരവേദിയിൽ വെച്ചാണ് അയാളെ മാസങ്ങൾക്ക് മുമ്പ് കണ്ടത്. അന്ന് അയാൾ പറഞ്ഞു, കുട്ടി, പണ്ട് ഈ നഗരപ്രാന്തത്തിൽ നിറയെ ട്രാക്ടറുകളും താമരകളും ഉണ്ടായിരുന്നു. വിളവ് വിൽക്കാൻ ഞങ്ങൾ ട്രാക്ടർ പുറത്തേറി വരുമ്പോൾ താമരകൾ നൃത്തം ചെയ്യുമായിരുന്നു. ഇപ്പോഴുള്ള ഈ കൃത്രിമ താമരകളുടെ നഗരമുണ്ടല്ലോ, അത് ഞങ്ങളുടേതല്ല. ശരിയാണ് ആ വൃദ്ധൻ പറഞ്ഞത്. ചർക്കയിൽ നൂൽ നൂൽക്കാനല്ലാതെ മറ്റെന്തറിയാം ഈ വൃദ്ധന്മാർക്ക്? അത് പറഞ്ഞു തീർത്തതും പുകതുപ്പാനല്ലാതെ മറ്റെന്തറിയാം എനിക്ക് എന്ന് ആ വ്യാജ പങ്കജ നഗരം പുറകിൽ നിന്ന് ചുമച്ചു.